ഇവന്റെ മുഖം ആ മോന്തനെ തച്ച് ഞാൻ പൊളിക്കും. എനിക്കാവുന്ന അവന്റെ മുഖം എന്ന് പറയുന്നത് നോക്കണ്ട. കേരളത്തിലെ എല്ലാ ന്യൂസ് നടക്കുന്ന പോലെ ഈ ന്യൂസ് പോകില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഗൾഫിൽ നിന്ന് വന്നാൽ നേരെ പോയത് അവന്റെ വീട്ടിലോട്ടാ. ആ കോളനി ഒറ്റയ്ക്ക് പോയി ചെന്ന് കയറി വീടും അടിച്ചു പൊടിച്ചിട്ടാണ് വന്നത്. അവനൊക്കെ ഇട്ടാണ് തയ്ച്ചതിന്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പണ്ടങ്ങളെ കൂടിയെടുത്തിട്ട് ഇവിടെ മോർച്ചറിന്റെ അവിടെ പരിസരത്തും ആരും എന്റെ പെണ്ണിനെ അവിടെ ഒറ്റയ്ക്കിട്ട് ഇവരൊക്കെ പോയി. നിയമം കൈകാര്യം ചെയ്യാൻ നമ്മൾ കൈകാര്യം ചെയ്യും. മോർച്ചറി വെച്ച് ബോഡി കണ്ടപ്പോൾ അവർക്ക് മൊത്തം മുറുക, അവിടെ കണ്ണിലൊക്കെ മുറുക. അങ്ങനെയാണെങ്കിൽ അന്നേരം മരിക്കാൻ ഞാൻ എന്താ? ഈ 9 മാസം കഴിഞ്ഞപ്പോഴാണ് അവള് മരിക്കുന്നത്. ഈ 5 മിനിറ്റിനകത്ത് എന്ത് സംഭവിച്ചെന്ന് മാത്രമേ എനിക്ക് അറിഞ്ഞണം. അവള് ആത്മഹത്യ ചെയ്യത്തില്ല. 23 സ്വർണ്ണം കൊടുത്തിട്ടുണ്ട്, 5 ലക്ഷം റുപ്യ കൊടുത്തിട്ടുണ്ട്, ഒരു കാർ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊടുത്തിട്ട് നമ്മൾ നല്ല ഭംഗിയായിട്ട് കൊടുത്തതിൽ നമ്മൾ എന്താക്കിനെ കല്യാണം നല്ല രീതിയിൽ നമ്മൾ കൊടുത്തിരിക്കണം. കല്യാണം കഴിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് നല്ല രീതിയിൽ തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ വാട്സപ്പിൽ സ്റ്റോറി ഒക്കെ സ്റ്റാറ്റസ് ഒക്കെ രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഈ അടുത്ത സമയത്തല്ല, ഇന്നലെ കഴിഞ്ഞ വന്നിട്ട് എൻ്റെ പെങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ അറിയാം. ഞാൻ ഗൾഫിലായിരുന്നു. ഞാൻ രാവിലെ എത്തി വന്ന് കാര്യങ്ങൾ കണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തു പോയ സമയത്ത് പെണ്ണിൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഭാഗത്തൊരു അടിയുണ്ട പാടുണ്ട്. പിന്നെ ഞാൻ അറിയുന്ന ന്യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. സ്വർണവും കാര്യങ്ങളൊക്കെ ഊരിയെടുത്തിട്ട് പെണ്ണിനെ മോർച്ചറി ഇട്ടിട്ട് വീടിട്ട് മുങ്ങിക്കാം. ഫോൺ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്, രണ്ടുപേരും മുങ്ങിക്കാം. എൻ്റെ ചേട്ടന്മാരെ വെച്ചിട്ട് ആ വട്ടപ്പള്ളി ലൊക്കേഷൻ മൊത്തം തപ്പിയപ്പോഴാണ് ഇവനെ കിട്ടിയത്. ഇവനെ അവിടെ ഉണ്ടെന്നുള്ളത് കിട്ടിയത്. അപ്പം അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ എനിക്ക് നല്ല സംശയമുണ്ട്. എന്തുകൊണ്ട് എൻ്റെ പെണ്ണ് മരിച്ചിട്ട് ഇവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, എന്തുകൊണ്ട് ഹോസ്പിറ്റലിലിട്ട് ഇവൻ തിരിച്ചു പോകുന്നു, അങ്ങനത്തെ ഓരോ സംശയങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. ഇനി ഏതറ്റം വരെ പോകാനാണ് ഞാൻ എൻ്റെ കുടുംബം കയറുന്നത്. അല്ല, ഇവർ അങ്ങനെ ഒരു സംശയത്തിന് ഇടപെടേണ്ട സാഹചര്യം വരുന്നില്ലല്ലോ. ഈ മരണത്തിന് തൊട്ട് മുമ്പ് മുന്നിൽ നിങ്ങൾക്ക് ഒരു സംശയം വരുന്നില്ലല്ലോ. ഇല്ല അതുവരെ കുഴപ്പമില്ലാകാം. നമ്മള് നല്ല രീതിയിൽ നമ്മളതിനെ കാണണല്ലേ. ഇവരുടെ സ്റ്റോറി നോക്കുമ്പോഴാണെങ്കിലും ഇൻസ്റ്റ നോക്കുമ്പോഴാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ഇവര് പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ഇവരുടെ വീട്ടുകാരുടെ നമ്മൾ വർത്തമാനം പറയും. ഇവർ ഉമ്മ പറയുന്ന കഥയൊന്നും വേറെ, ഇവർ ഇപ്പ പറയുന്ന കഥയൊന്നും വേറെ, ഇപ്പം പറയുന്ന കഥയൊന്നും വേറെ, പല വർത്തമാനം. ഇവന് വേറൊരു മുഖം ഉണ്ടാവും, നിങ്ങൾ അറിയാത്തൊരു മുഖം ഉണ്ടാവും. മുഖം ആ മോന്തനെ തച്ച് ഞാൻ പൊളിക്കും. എനിക്കാവുന്ന അവന്റെ മുഖം എന്ന് പറയുന്നത് നോക്കണ്ട. എന്റെ പെണ്ണിനെ കൊടുത്താൽ എങ്ങനെയാ ഓന് അതേപോലെ അല്ല ഇവിടെ തിരിച്ചു നിൽക്കണം. അവൾ മരണപ്പെട്ട് കല്യാണം കഴിഞ്ഞിട്ട് 4 മാസം ആവുന്നുള്ളൂ. ഇത് ഏതായാലും തെളിയണം. ഇതിന് വേണ്ടി ഏതറ്റം വരെ നമ്മൾ പോകാൻ തയ്യാറാണ്. ഇത്രയോളം എനിക്ക് പറയാം. നിയമത്തിന് വിടാതെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ്. നിയമത്തിന് വിടുവാൻ വേണം. നിയമം കൈകാര്യം ചെയ്യാൻ നമ്മൾ കൈകാര്യം ചെയ്യും. ഇതിപ്പോ പല ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. കല്യാണം കഴിച്ച് സ്ത്രീധന പ്രശ്നമായിട്ട് എന്താണ്ട് പെണ്ണിനെ കൊന്നുകളയുന്ന, പെണ്ണിന്റെ ആ കേസ് പോലെ ആശയുടെ കേസ് പോകില്ല. കേരളം നിന്നില്ലെങ്കിൽ നമ്മൾ നിൽക്കും നമ്മൾ പറയുന്നത്. കേരളത്തിലെ എല്ലാ ന്യൂസ് നടക്കുന്ന പോലെ ഈ ന്യൂസ് പോകില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഈ പത്രത്തിൽ വന്നിട്ട് അവിടെ ഞാൻ ആദ്യം ഓടിപ്പോയത് എൻ്റെ ഉമ്മയെ കാണാനോ എൻ്റെ പെണ്ണിനെ കാണാനോ വേണ്ടിയിട്ടല്ലേ ഞാൻ ഓടിപ്പോയത്. ഗൾഫിൽ നിന്ന് വന്നാൽ നേരെ പോയത് അവൻ്റെ വീട്ടിലോട്ടാ. ആ കോളനി ഒറ്റയ്ക്ക് പോയി ചെന്ന് കയറി വീടും അടിച്ചു പൊടിച്ചിട്ടാണ് വന്നത്. അവനൊക്കെ ഇട്ടാണ് തയ്ച്ചതിന്. മനസ്സിലാകണ്ട. നമുക്ക് വിഷമം വരും. മനസ്സിലായ? നമ്മുടെ പെങ്ങളെ നമ്മളില്ലാത്ത പൈസ കൊടുത്ത് നമ്മളെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്താണ്. എനിക്ക് 17 ലക്ഷം റുപ്യൻ്റെ കടമുണ്ട് എനിക്കിപ്പോഴും. കല്യാണം കഴിഞ്ഞതിൻ്റെ 5 ലക്ഷം റുപ്യ എനിക്ക് കാറ് വീതനം എല്ലാം പൊന്നും പണ്ടൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കെട്ടിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ നിന്ന് കേൾക്കണം ഇവർ അന്ന് ഇവനിക്ക് സാമാന്യ മര്യാദ കാണിക്കുക. അബ്ദോ ഇങ്ങനെയൊക്കെ ചെറിയ പ്രശ്നമൊക്കെ വയ്യായിരുന്നു. ഹോസ്പിറ്റലുണ്ട്, പേടിക്കണ്ട, എനിക്ക് വരാൻ പറ്റുമെങ്കിൽ ചെന്ന് വാ. ആ രീതിയിൽ ഒരു മെസ്സേജ് ഒന്നുമില്ല. എൻ്റെ മൊബൈൽ നമ്പർ കണ്ടതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയേക്കുക. അതിന് ശേഷമാണ് പോലീസുകാർ അവൻ്റെ അടുത്ത് ഫോൺ വാങ്ങിയേക്കുന്നത്. സ്വിച്ച് ഓഫ് ചെയ്തേക്കുക. ഇവിടുന്ന് ആര് വിളിക്കുമ്പോൾ അവൻ്റെ ഫോൺ അല്ല. അങ്ങനെ ആശയ്ക്ക് ആങ്ങളോട് പറയാം, അമ്മയോട് എന്തെങ്കിലും വിഷയം പറഞ്ഞുകൂടെ? എന്താ പറയാതെ എന്തുകൊണ്ടായിരിക്കും? എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് അബ്ദോ, എനിക്കവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ പേരെ കൊണ്ടു നിർത്തി ഞാനോളെ നല്ല രീതിയിൽ നോക്കും. എന്താ പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? എനിക്കറിയില്ല. നിങ്ങൾ വിഷമിക്കേണ്ട വെച്ചിട്ടായിരിക്കും. നമ്മളെ വിഷമിക്കേണ്ട വെച്ചിട്ട് ഓളെപ്പോഴും ഓൻ്റെ കാര്യം എനിക്ക് 100 ആവാണ്. മനസ്സിലായോ? ഓൻ്റെ കാര്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ അടുത്ത ഓള് മൂവാറ്റുപുഴയിൽ ജോലി ചെയ്യുക, ഇവന് ഇവിടെ ആലപ്പുഴ ജോലി ചെയ്യുക. അങ്ങനത്തെ രീതിയിലാണ്. അപ്പോൾ ഇവള് മൂവാറ്റുപുഴയിൽ നിന്ന് ട്രാൻസ്ഫർ അടിച്ച് ആലപ്പുഴയ്ക്ക് അടുത്ത ആഴ്ച എന്തോ അവിടെ ജോലിക്ക് കയറാൻ വേണ്ടിയിരിക്കുക. ഉമ്മയോട് എന്നോട് പറഞ്ഞു അതാകുമ്പോൾ എനിക്ക് എപ്പോഴും മുനീറിൻ്റെ അടുത്ത് നിൽക്കാമല്ലോ. എനിക്ക് എപ്പോഴും മുനീർ ഞങ്ങളെപ്പോഴും ചോദിക്കും നീ ഇതിനു വേണ്ടിയിട്ട് മുനീറിനെ സ്നേഹിക്കും. കല്യാണം കഴിഞ്ഞു എനിക്ക് എപ്പോഴും മുനീറിൻ്റെ അടുത്ത് നിൽക്കാൻ, എനിക്ക് എപ്പോഴും മുനീർ. അപ്പം അത്ര സ്നേഹത്തോട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. നമുക്ക് ഇവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ കാണുന്നത് എനിക്ക് ഇവനോട് ദേഷ്യം വന്നു, എൻ്റെ അളിയനോട് ദേഷ്യം വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. എനിക്കെന്നാൽ വേറെ നമ്പറിൽ നിന്ന് വിളിച്ച് മെസ്സേജ് കാര്യം മതി. ഇവൻ്റെ ഇപ്പാനെ വിളിച്ചിട്ട് ഇവൻ്റെ ഇപ്പം ഫോൺ എടുത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പല വർത്തമാനം കേൾക്കുന്നത് ആയിരത്താരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് നാട്ടുകാർ പറയണത് എന്നോട്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പണ്ടങ്ങളെ കൂടിയെടുത്തിട്ട് ഇവിടെ മോർച്ചറിൻ്റെ അവിടെ പരിസരത്തും ആരും എൻ്റെ പെണ്ണിനെ അവിടെ ഒറ്റയ്ക്കിട്ട് ഇവരൊക്കെ പോയിക്കാം. ആ ഒരു ഇതാണ് എനിക്ക് ആകെ പ്രഷർ വന്നത്. ഞാൻ വിളിച്ചതിൽ ആരും ഫോൺ എടുക്കുന്നില്ല. പിന്നെ ഇവിടെ വന്ന് നിന്നിട്ട് എന്നെ വെല്ലുവിളിക്കാൻ അങ്ങനെയുള്ളവരെ ഞാൻ വെറുതെ വന്നു. ഈ 5 മിനിറ്റ് കൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നെ വിളിച്ചതാ, ഞാൻ വിളിച്ചതാ അവളെ. അല്ല, ശരിക്കും ഈ പയ്യന് ഈ മരണത്തിൽ റോൾ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെന്ന് വെച്ചപ്പം ഈ തള്ളയും മോനും എൻ്റെ അടുത്ത് സംസാരിച്ച. പക്ഷെ അവളെ ഞാൻ വീഡിയോ കോളിൽ കാണുന്നില്ല. ആ മരിക്കുന്ന ദിവസം പോലെ നോക്കിയ ഒരു മരുമകൻ മോളെ അങ്ങനെ ചെയ്യുമോന്ന് വെച്ചാൽ കാരണം എനിക്ക് സംശയം വന്ന കാരണം അവിടെ ബോഡി ഞാൻ പോയി കണ്ട്. മോർച്ചറി വെച്ച് ബോഡി കണ്ടപ്പോൾ അവൾക്ക് മൊത്തം മുറുക, അവിടെ കണ്ണിലൊക്കെ മുറുക, ഇവിടെയൊക്കെ മുറുക, അവിടെ ദേഹത്തൊക്കെ ഇവിടെയൊക്കെ മുറിവുണ്ട്.
അവൾക്ക് ഭയങ്കര ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷെ അവള് അവൾക്ക് അനുഭവിക്കുന്ന എന്നോട് പറഞ്ഞില്ല, ഒന്നും എന്നോട് പറഞ്ഞില്ല. അമ്മയ്ക്ക് വയ്യാത്ത ആളല്ലേ? ടെൻഷൻ ആണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അതിന് 2 ദിവസത്തേക്ക് മുമ്പ് എന്നെ വിളിച്ചതാ. കൊലപ്പെടുത്തിയെന്നല്ല സംശയം. ഈ മുറിവ് എങ്ങനെ വന്നു? ഇവിടൊക്കെ മുറിവല്ലേ, ഇവിടൊക്കെ മുറിവുണ്ട്. അപ്പൊ ആദ്യമൊന്നും എനിക്ക് സംശയം ഇല്ലായിരുന്നു. ഈ മുറിവ് എങ്ങനെ വന്നു? അവളെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത്. മനസ്സിലായി? മോർച്ചറി വെച്ച് തന്നെ എല്ലാരും, പോലീസുകാരും RDOയും എല്ലാരും ഉണ്ടായിരുന്നു. പോലീസ് പറയുന്നതേ ബാപ്പയുടെ മരണത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്താണെന്ന്. അത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അന്നേരം മരിക്കാൻ ഞാൻ എന്താ? ഈ 9 മാസം കഴിഞ്ഞപ്പോഴാണ് അവള് മരിക്കുന്നത്. ഈ 4 മാസം ഞാൻ ഇത്രയും സ്വർണങ്ങളും പൈസയും കാറും ഈ 5 ദിവസം ആഡംബര കല്യാണം നടത്തി കെട്ടിക്കുമ്പോൾ അവൾ അന്നേരം എന്താ മരിക്കാൻ? ഞാൻ അന്നേരം അവള് മരിക്കത്തില്ലെന്ന് നല്ല ഉറപ്പുണ്ട് എനിക്ക്. കാരണം എന്നോട് പറഞ്ഞതാ, ഉമ്മി അടുത്ത മാസം ഉമ്മക്ക് എനിക്ക് അടുത്ത മാസം ലാസ്റ്റ് ചെക്കപ്പാ, ഞാൻ കൊണ്ടുപോവാം. അത് മാത്രമല്ല വയ്യാത്ത അമ്മയെ വിട്ടൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഉമ്മക്ക് ഞാനല്ലേ ഉള്ളൂ. ഉമ്മയുടെ വീട് നമുക്ക് തിരിച്ചെടുക്കണം, ഉമ്മയുടെ നമുക്ക് തിരിച്ചെടുക്കാം, ഉമ്മി വിഷമിക്കണ്ട, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട എന്ന് എന്നോട് പറഞ്ഞത് അവള്. ഇതിന്റെ സത്യം തള്ളയ്ക്ക് മോനിക്ക് അറിയത്തുള്ളൂ. ആദ്യം എന്നോട് പറഞ്ഞ് അവരവിടെ ഇല്ലായിരുന്നെന്ന്, പിന്നെ പറഞ്ഞ് വല്യമ്മയെ കാണാൻ പോയെന്ന്. അപ്പം ഞാൻ എൻ്റെ മരുമോനെ വിളിച്ചപ്പോഴും മുനീറും പറഞ്ഞ്, ഉമ്മി ഞാൻ പുറത്തായി പെട്ടെന്ന് എത്താന്ന് ചോദിച്ചു. മോനെ നീ എവിടെയാണെന്ന് ചോദിച്ചു. ഉമ്മി ഞാൻ പുറത്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉമ്മായെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അവൾ ഒറ്റയ്ക്കല്ലേ, മോൻ ഓടിച്ചെല്ലെന്ന് പറഞ്ഞു. മോൻ ഇല്ല ഉമ്മി ഞാൻ നാട്ടത്തേന്ന് പറഞ്ഞ്. അവിടെ കൂട്ടുകാർക്കൊക്കെ അവൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ കാസർഗോഡുള്ള കൂട്ടുകാരുണ്ട്, കോഴിക്കോടുള്ള. അല്ല, അവൾ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ ടെൻഷനാണ് എനിക്ക്. ഒട്ടും പറ്റുന്നില്ല മുനീറുമായിട്ടെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. ഈ 5 മിനിറ്റിനകം ഇത് എന്ത് സംഭവിച്ചതെന്ന് മാത്രമേ എനിക്ക് അറിയണം. സത്യസന്ധത അറിയണം, ഇത് തെളിയണം. പിന്നെ വിദ്യാഭ്യാസ മന്ത്രി അവാർഡ് കൊടുത്ത്, തൊഴിലുവകുപ്പ് മന്ത്രി അവാർഡ് കൊടുത്ത്, അങ്ങനെ മൊമെൻ്റൊക്കെ കിട്ടി. കേരളത്തിൽ 1st റാങ്കും കേന്ദ്രത്തിൽ 2nd റാങ്കും ഒക്കെ കിട്ടിയതാണ്. മിടുക്കിയായിരുന്നു പഠിക്കാൻ. എനിക്ക് തെളിച്ചെന്നാ മതി. സത്യം അറിയണം, അവള് ആത്മഹത്യ ചെയ്യത്തില്ല. എനിക്ക് സത്യം അറിഞ്ഞാൽ മതി. ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്. അവൾ എൻ്റെ അടുത്ത് സംസാരിച്ചത് അന്നും